إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذي خلقني فهو يهدين والذي هو يطعمني ويسقين وإذا مرضت فهو يشفين والذي يميتني ثم يحيين. ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്. ഓരോ കാലത്തും ഓരോ തരം ഇഷ്യൂകളും ചർച്ചകളും വന്നുകൊണ്ട് ഇസ്ലാം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പല വിധേനയും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏത് സംഭവങ്ങൾ വിലയിരുത്തിയാലും അതിലൊരു ഭാഗത്ത് ഇസ്ലാം വരുന്നുണ്ട്, മുസ്ലിങ്ങൾ വരുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമാണ് നമ്മൾക്ക് അനുകൂലമായിട്ട് വരുന്നത്, ബാക്കിയൊക്കെ പ്രതികൂലമായിട്ട് വരുന്ന ഒരവസ്ഥയുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ചിലപ്പോഴൊക്കെ നമ്മളുടെ ആളുകൾ തന്നെയാണ്. ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വിടും, പ്രശ്നമാക്കി വിടും. പൊതുസമൂഹവും ചാനലുകളുമൊക്കെ അത് ഏറ്റെടുക്കും. എന്നിട്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ ഒരാവശ്യവും വിഷയവും ഇല്ലാതെ തന്നെ വിമർശിക്കാൻ എല്ലാവരും തുനിയുകയും ചെയ്യും. ഇത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു വിഷയം വന്നത് വളരെ ഗൗരവത്തിൽ ഇസ്ലാമിനെതിരെ ഉന്നയിക്കുന്ന വിമർശനങ്ങളും അവസ്ഥകളുമൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. വന്നൊരു വിഷയം, ഈ പ്രസവം വീടുകളിൽ വെച്ചാകുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല, അങ്ങനെയാണ് പ്രസവിക്കേണ്ടത് എന്ന് ഈ ഓൺലൈൻ വഴി ഒരു ഔലിയൻ്റെ പേരിൽ ചികിത്സകൾ നടത്തുന്ന ഒരു ഉസ്താദിൻ്റെ വകയായിട്ട് പ്രസ്താവന വന്നു. അതിലല്ല അതിലെ പ്രശ്നം. ഈ ചികിത്സ നടത്തുന്ന ഉസ്താദ്, നമ്മുടെ ഒരു സമുദായത്തിൻ്റെ അവസ്ഥയാണ്, ഈ ചികിത്സ നടത്തുന്ന ഉസ്താദ് ഏതാണ്ട് എല്ലാ ആളുകൾക്കും എല്ലാ വിഷയത്തിലും ചികിത്സ നൽകുന്ന ആളാണ്. 4-5 വർഷമായിട്ട് ഓൺലൈൻ ചികിത്സ നൽകുന്നു. ഏതൊക്കെ വിഷയത്തിലാണ്? ഗർഭത്തിലുള്ള ശിശുവിനെ പെണ്ണിന് ആണാക്കി കൊടുക്കും, ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കും, പ്രസവിച്ചതിന് ശേഷം ലിംഗം മാറ്റി കൊടുക്കും. ഇങ്ങനെ എന്താണോ ആവശ്യം ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളുകളാണ് ഇവർ. ഇതിൻ്റെ
കൂടെ സംഭവിച്ചൊരു സംഗതി. ഇതൊക്കെ നടത്തുന്ന അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ 5ാമത്തെ പ്രസവം വീട്ടിൽ വെച്ച് നടത്തി മരിച്ചുപോയി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ. അപ്പോൾ അത് കൊണ്ടുപോകില്ല എന്ന് ശഠിച്ചു പറഞ്ഞു എന്നാണ് അതറിയുന്ന ആളുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹോസ്പിറ്റലിൽ വേണ്ട എല്ലാ ചികിത്സയും തനിക്ക് തന്നെ അറിയും, താനൊരു ഒരു ഔലിയയുടെ ആളാണ്, അതുകൊണ്ട് എന്തിനും എനിക്ക് കഴിയും എന്ന് പറഞ്ഞ് തൻ്റെ ഭാര്യ തന്നെ മരിച്ചു. അത് കോടതിയിൽ കേസായി, പോലീസായി, അദ്ദേഹം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇപ്പോൾ നമ്മളതിൻ്റെ പിന്നാലെ അങ്ങനെ സംഭവം ഉണ്ടാവാം, ഒറ്റപ്പെട്ട സംഭവം അല്ലാത്തൊക്കെ നാട്ടിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ കേട്ടുവരുന്നത് ഇസ്ലാം വിമർശനങ്ങളാണ്. വേറൊരു ഉസ്താദിൻ്റെ വക ഒരു പ്രസംഗം വന്നത്, ആനയൊന്നും, നിങ്ങൾ ആ വാക്കുകളുടെയൊക്കെ ഒരു ഗൗരവം, ആനയൊന്നും ഹോസ്പിറ്റലിൽ പോയിട്ടല്ലല്ലോ പ്രസവിക്കുന്നത്, പിന്നെ നമ്മൾ എന്തിനാ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുമണ്ടുന്നത് എന്ന് നീണ്ട വയല് പറയുന്നു. എന്തുമാത്രം അപകടകരവും ഉപദ്രവവുമാണ് ഈ ആളുകൾ ഈ സമുദായത്തിന് ചെയ്യുന്നത്. പ്രസവം എവിടെ എന്നൊക്കെയുള്ള മറ്റൊരു വിഷയമാണ്. ഈ തരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞ് ഏത് കേസുകളും ചികിത്സ നടത്തുന്ന ആളുകളാണ് ഈ ആളുകൾ. ഇതൊക്കെ വന്നു ചേരുന്നത് ആ ഒരു വ്യക്തിയിലേക്കല്ല, ഇസ്ലാം ഇങ്ങനെയാണ്, മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്നൊരവസ്ഥ നമ്മളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇത് വളരെ അപകടകരമായൊരവസ്ഥ, എന്തും ഇസ്ലാമും മുസ്ലിം പ്രതിയാകുന്നൊരവസ്ഥ. ഇസ്ലാം ഈ വിഷയത്തിൽ എന്താണ് ശരിക്കും പഠിപ്പിക്കുന്നത്? ഈ ആത്മീയ ചികിത്സ എന്ന പേരിൽ ഒരുപാട് രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. നമ്മൾ ഭൗതികമായി ചികിത്സിക്കും. നമ്മൾക്ക് രോഗം വന്നാൽ സാധാരണഗതിയിൽ ഇന്ന് നാട്ടിലെ ആളുകൾക്ക് അതറിയാം. നമ്മൾ തന്നെയാണ് ആളുകളെ പഠിപ്പിച്ചു കൊണ്ടുവന്ന് ഡോക്ടറെ കാണിക്കും, ആ ഡോക്ടറെല്ലാം മരുന്ന് കുറിക്കും, നമ്മളത് കഴിക്കും. അത് അതിൻ്റെ സ്വഭാവം അനുസരിച്ച് ഏറിയും കുറഞ്ഞൊക്കെ കഴിക്കും. ചിലപ്പോൾ ഡോക്ടർക്ക് നിർണ്ണയിക്കാൻ കഴിയാതെ വരും, അതിനനുസരിച്ച് രോഗം മാറാതെ വരും, ഇതൊക്കെ ഉണ്ടാവാം. പക്ഷെ ഇവിടെ അതല്ലാത്ത രീതിയിലൊരു ആത്മീയ ചികിത്സ നടത്തി രോഗം ഭേദമാക്കുന്ന അവസ്ഥ, അതിന് വലിയ തോതിൽ കാശ് ഈടാക്കുകയും ചെയ്യുന്നു. പല ആളുകളും അതിൻ്റെ പേരിൽ കൊല്ലപ്പെടുകയും മരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ആത്മീയ ചികിത്സ എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിൽ മാത്രമുള്ളതല്ല, എല്ലാ സമുദായത്തിലുണ്ട്. മറ്റുള്ളവർ നമ്മളെക്കാൾ കൂടുതലാണ് പല സമുദായത്തിൽ. ഹൈന്ദവ സമൂഹത്തിലൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അതിലെ പൂജാരികളും അതിൻ്റെ ആളുകളൊക്കെ അതിൻ്റെ ആളുകളാണ്. ക്രൈസ്തവ സമൂഹം അതിൻ്റെ കുത്തക നടത്തുന്നത് പോലെയാണ്. പരസ്യമായി സ്റ്റേജിൽ വെച്ച് ചികിത്സ നടത്തും അവർ. നമ്മൾ കാണാറുണ്ട് അതൊക്കെ. മുടന്തി വരുന്ന ആൾ ഇയാളുടെ ജപവും മന്ത്രവും കാരണം കാല് നിവർന്നു പോകുന്നത് നമ്മളിങ്ങനെ കാണുകയാണ്. ആ തരത്തിലുള്ള തട്ടിപ്പുകൾ വരെ നടത്തും. അങ്ങനെയൊക്കെ ആളുകളെ പറ്റിക്കാൻ കഴിയുമ്പോൾ, കാരണം ആത്മീയമാണ് കാര്യങ്ങളൊക്കെ. നമ്മളുടെ സമുദായത്തിലും ഈ ആത്മീയ തട്ടിപ്പുകളും ചികിത്സകളും നടക്കുന്നു. എന്തെല്ലാം പേരുകളിലാണ് ചികിത്സകൾ നോക്കൂ നിങ്ങൾ. മാട്ട്, മാരണം, ദുർമന്ത്രവാദം, അറബി മാന്ത്രികം, അതൊരു പത്രപരസ്യ സ്ഥിരമായിട്ട് വരുന്നത്, ആഭിചാരം, മുട്ടറുക്കൽ, നാളികേരമെടുക്കൽ, ഹോമം, ജപം, ക്ഷുദ്രം, ഇങ്ങനെ ഒരുപാട് ചികിത്സകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ നടക്കും. അറബി മാന്ത്രികം എന്നൊക്കെ പറഞ്ഞാൽ അറബി ഇസ്ലാമിൻ്റെ ഭാഷയൊന്നുമല്ല. മുസ്ലിങ്ങൾക്ക് എല്ലാവരും അറബി ഉപയോഗിക്കണം എന്നില്ല. മുസ്ലിങ്ങളല്ലാത്തൊരു അറബി ഭാഷ സംസാരിക്കുന്നുണ്ട്. അറബിയിൽ വരുമ്പോഴേക്ക് നമ്മളുടേതാണ്, പിന്നെ ഇസ്ലാമിൻ്റെ ചികിത്സയായി മാറുകയാണ്. ഇങ്ങനെ തട്ടിപ്പുകൾ മാത്രം ഈ രംഗത്ത് നടത്തുകയാണ്. നമ്മുടെ പല ആളുകളും ഇതിലൊക്കെ ചെന്നുപെടുകയും ചെയ്യുന്നു. എന്താണ് രോഗവും ചികിത്സയും ഇസ്ലാമിൻ്റെ നിലപാട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുമ്പേ ഉള്ള സംഗതിയാണ് രോഗവും ചികിത്സയും ഒക്കെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലികുല്ലി ദാഇൻ ദവാ ഫഇദാ ഉസിബ ദവാ ദാഇ ബരിഅ ബിഇദ്നില്ലാഹ്. എല്ലാ രോഗത്തിനും ചികിത്സയുണ്ട്. ആ ചികിത്സ അതിന് ലഭിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി, ഉത്തരവ് അനുസരിച്ച് രോഗം ഭേദമാകും. രോഗത്തിനുള്ള ചികിത്സയുണ്ട്, എല്ലാ രോഗത്തിനും ചികിത്സയുണ്ട്. ആ ചികിത്സ ലഭിച്ചു കഴിഞ്ഞാൽ രോഗം ഭേദമാകും. അതിന് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി രോഗം ഭേദമാകും.
ഇതതിൻ്റെ ഒരു പൊതുവായ നിലപാടാണ്. രോഗത്തിന് ചികിത്സ ഈ അറാബികളായ ആളുകൾ, ഗ്രാമീണരായ അറബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നബിയെ ഞങ്ങൾ രോഗം വന്നാൽ ചികിത്സിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. സ്വാഭാവികമാണ് നബിയോടാണ് ചോദിക്കുന്നത്. നബി പറഞ്ഞു രോഗം വന്നാൽ ചികിത്സിക്കണം. എന്നിട്ട് റസൂൽ പറഞ്ഞു ഒരൊറ്റ രോഗവും ഇല്ല അൻസലല്ലാഹു മഅഹു ദവ, അതിനുള്ള ചികിത്സ ഇറക്കാതെ. ഒരൊറ്റ രോഗവുമില്ല ചികിത്സ ഇറക്കാത്തത്. അപ്പം എല്ലാ രോഗത്തിനും ചികിത്സയുണ്ട്. ഇത് റസൂൽ പറഞ്ഞു ഇല്ലൽ ഹറം, വാർദ്ധക്യം എന്ന രോഗത്തിനൊഴികെ. വാർദ്ധക്യം വരാക്കാൻ കഴിയില്ല. ഒരു ദിവസം കഴിഞ്ഞാൽ ഒരു വയസ്സ് കൂടും, ഒരു വർഷം കഴിഞ്ഞാൽ ഒരു വയസ്സ് കൂടും. അതില്ലാതാക്കാൻ കഴിയില്ല. മരണം എന്നതിന് ചികിത്സിക്കാൻ കഴിയില്ല, മരിക്കും. അതിനും മനുഷ്യൻ ശ്രമിക്കുന്നുണ്ട്, മരിക്കാതിരിക്കാനും ശ്രമിക്കുന്നുണ്ട്. മരിച്ചാൽ നോക്കൂ നിങ്ങൾ, മനുഷ്യൻ്റെ ചിന്താഘട്ടത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. പാശ്ചാത്യ ലോകത്തൊക്കെ പല ആളുകളും അവരുടെ സ്വത്ത് വഖഫ് ചെയ്യുക, അവരുടെ ഭാഷയിൽ വഖഫ് ചെയ്ത് വെക്കുകയാണ്, ബാങ്കുകളിൽ നിക്ഷേപിച്ച് വെക്കുകയാണ്. എന്തിനാണെന്നറിയാം അവർ ചിന്തിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ ഏതെങ്കിലും കാലഘട്ടം വരുമ്പോൾ ഈ മനുഷ്യന് ഇവിടെ തന്നെ ജീവിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. അവൻ്റെ ഡെഡ് ബോഡി മറവ് ചെയ്യാതെ എംബം ചെയ്ത് സൂക്ഷിക്കാൻ പണം നിക്ഷേപിക്കണം അവർ. ഈ ബോഡി ജീവിപ്പിക്കാൻ കഴിഞ്ഞാൽ എനിക്കിവിടെ തന്നെ ജീവിക്കാമല്ലോ എന്ന് വരെ മനുഷ്യൻ ചിന്തിക്കുന്ന ലോകത്താണുള്ളത്. അങ്ങനെ ചികിത്സിക്കാൻ കഴിയും. മരുന്ന് നൽകിയാൽ രോഗം ഭേദമാകും. വലാ തദാവു ബിൽ ഹറാം, ഹറാമായ വസ്തുക്കൾ കൊണ്ട് നിങ്ങൾ ചികിത്സിക്കരുത്. ഇതൊക്കെ റസൂൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഖുർആൻ പറയുന്നു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഈ ശത്രുക്കളായ അദ്ദേഹത്തിൻ്റെ എതിർഭാഗത്തു നിന്ന് ആളുകളെ പരിചയപ്പെടുത്തിയിട്ട് അവരോട് പറയണം, എൻ്റെ നാഥൻ അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, അവൻ എന്നെ സൃഷ്ടിച്ചവനാണ്. നിങ്ങളുടെ ആരാധ്യന്മാരെ പോലെയല്ല, വിഗ്രഹങ്ങളെ പോലെയല്ല. എൻ്റെ നാഥൻ എന്നെ സൃഷ്ടിച്ചവനാണ്. ഫഹുവ യഹ്ദീൻ, അവൻ എനിക്ക് സന്മാർഗം കാണിച്ചു തരും. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, അവനാണ് എനിക്ക് ഭക്ഷണം നൽകുന്നതും വെള്ളം നൽകുന്നതും, എനിക്ക് അന്നം നൽകുന്നതും പാനജലം നൽകുന്നതും ഒക്കെ അവനാണ്. വൈദാ മരിളുതു ഫഹുവ യശ്ഫീൻ, എന്നിട്ട് അദ്ദേഹം പറയും, നോക്കള്, എനിക്ക് രോഗം വന്നുപെട്ടാൽ അവനാണ് എന്നെ ഷിഫയാക്കുന്നത്. അത് ഭേദപ്പെടുത്തുന്ന, ശമനം വരുത്തുന്ന അള്ളാഹുവാണ്. വല്ലദീ യുമീതുനി വയുഹീൻ, എന്നെ മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അവനാണ്. നോക്കുക, ഈ കാര്യം പറഞ്ഞിടത്തൊക്കെ ഉള്ളൊരു പ്രത്യേക വാക്ക്, എന്നെ സൃഷ്ടിക്കുന്നത് അവനാണ്, സന്മാർഗം കാണിക്കുന്ന അള്ളാഹുവാണ്. എനിക്ക് അന്നം നൽകുന്നതും വെള്ളം നൽകുന്നതും ഒക്കെ അള്ളാഹുവാണ്. എന്നെ മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്ന അള്ളാഹുവാണ്. പക്ഷെ രോഗത്തെ പറ്റി പറഞ്ഞിടത്ത് എന്നെ രോഗിയാക്കുന്നവൻ എന്നല്ല പറഞ്ഞത്. ഫൈദാ മരിളുതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്ന് സംഭവിച്ചാൽ ഷിഫയാക്കുന്ന അവനാണ് എന്നാണ്. രോഗം അള്ളാഹു ഉണ്ടാക്കുന്നതല്ല. അള്ളാഹു അതിനുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷെ നമ്മളുടെ ഭാഗത്തുനിന്നുള്ള കാരണങ്ങൾ കൊണ്ട് രോഗങ്ങൾ സംഭവിക്കാം. പക്ഷെ ഷിഫ നൽകുന്ന ആരാണ്? അള്ളാഹുവാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന, ആ പ്രദേശത്ത് നിലനിന്നിരുന്ന, അവിടെ നിന്നിരുന്ന ഗോത്രങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ചികിത്സ റസൂൽ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇന്ന് നമ്മുടെ ഏറ്റവും ആധുനികമായ ചികിത്സ, മോഡേൺ മെഡിസിൻ ഉപയോഗിക്കുന്നവരാണ്. പ്രകൃതി ചികിത്സയുണ്ട്, ഒരുപാട് ഇനങ്ങൾ. അതൊക്കെ അവനവൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഈ ചികിത്സകളൊക്കെ ആവശ്യം പോലെ ഓരോരുത്തർക്ക് തിരഞ്ഞെടുക്കാം. മോശമാണെന്ന് തോന്നിയാൽ പുതിയത് തിരഞ്ഞെടുക്കാം, മറ്റേതിനേക്കാൾ നല്ല, ഒക്കെ അവനവൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അതിനെ തെറ്റുപറ്റിയാൽ തിരുത്തുകയും ചെയ്യാം. പക്ഷെ മതം അതിന് നിർദ്ദേശങ്ങൾ നൽകുകയല്ലാതെ ചികിത്സ നിർദ്ദേശിക്കുന്നില്ല. ആത്മീയ ചികിത്സ എന്ന പേരിൽ നടക്കുന്ന ഈ ഏർപ്പാട് മതം പഠിപ്പിച്ചതല്ല. അള്ളാഹുവിൻ്റെ റസൂൽ നോക്കൂ നിങ്ങൾ, അദ്ദേഹം ഖുർആൻ പറഞ്ഞു, തേനിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. ഷിഫാഉൽ ലിന്നാസ്, മനുഷ്യർക്ക് രോഗശമനമുണ്ട് തേനിലെന്ന് പറഞ്ഞു. ആ പറഞ്ഞതല്ലാതെ അത് ഇത്ര ഔൺസാണ് കഴിക്കേണ്ടത് രാവിലെ, അതിൻ്റെ ഒരു മാത്ര അളവൊന്നും പറഞ്ഞിട്ടില്ല. ഒരു നിർദ്ദേശം എന്ന നിലക്ക് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. അത് നമ്മൾക്ക് പഠിച്ചുണ്ടാക്കി ആവശ്യത്തിന് ഉപയോഗിക്കാം എന്നല്ലാതെ അതിൻ്റെ ചികിത്സാ മുറകൾ മതം പഠിപ്പിക്കുന്നില്ല. തേൻ ചികിത്സയാണെന്ന പേരിൽ ഒരാൾ രാവിലെ ഒരു ഗ്ലാസ് തേനൊക്കെ കുടിച്ചാൽ അയാൾക്ക് ലഹരി ബാധിക്കും, ചിലപ്പോൾ അത് രോഗമായി മാറും. അപ്പോൾ തേനിൽ ചികിത്സയുണ്ട് എന്ന പൊതു പ്രസ്താവമല്ലാതെ ബാക്കി വിശദാംശങ്ങൾ നമ്മൾ പഠിച്ചുണ്ടാക്കേണ്ടതാണ്.
ആ പഠിച്ച വിവരം അനുസരിച്ച് നമുക്ക് ചികിത്സിക്കാം, തെറ്റിയാൽ വീണ്ടും തിരുത്താം. ആ പഠിക്കുന്ന വിവരം ഒരു മുസ്ലിം ആയിക്കൊള്ളണമെന്നില്ല. മുസ്ലിം അല്ലാത്ത ഒരാൾ പഠിച്ചുണ്ടാക്കിയ വിവരമാണെങ്കിലും ആ വിവരം നമ്മൾക്ക് ഉപയോഗിക്കാം. അത് മതമല്ല തേൻ കൊണ്ട് ചികിത്സിക്കുന്നത്. നമ്മുടെ ഇടയിലൊക്കെ ഇപ്പോൾ നടക്കുന്ന പ്രചാരണങ്ങളാണ്. ഇസ്ലാമിക ചികിത്സ, നബിയുടെ ചികിത്സ എന്ന പേരിൽ ഇതൊക്കെ പ്രചരിക്കുന്നുണ്ട് നമ്മുടെ ഇടയിൽ ഇപ്പോൾ. അതൊന്നും മതമല്ല. മതമാണെങ്കിൽ അത് അള്ളാഹും റസൂലും കൃത്യമായിട്ട് പറഞ്ഞൊരു മതമല്ല ആ ചികിത്സയൊന്നും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്ന ഹദീസുകളിൽ കാണാം, വയറിന് അസുഖം വന്ന ഒരാൾ വന്നപ്പോൾ റസൂൽ തേൻ കുടിക്കാൻ പറഞ്ഞു. പിന്നെ വന്ന് വീണ്ടും കുടിച്ചോന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. ആയിഷ തന്നെ ചികിത്സിച്ചിരുന്നു. സഹാബി റുഫൈദ എന്നൊരു വനിതാ സഹാബി ഉണ്ടായിരുന്നു. അവരവിടെ പല ആളുകളെയും ചികിത്സിക്കുന്ന ഒരു വനിതയായിരുന്നു. പല ആളുകളെയും ആണുങ്ങളെയും ഒക്കെ ചികിത്സിച്ചിരുന്നു. യുദ്ധത്തിൽ മുറിവേറ്റുന്ന ആളുകൾക്ക് മരുന്ന് വെച്ച് കെട്ടിക്കെടുത്തിരുന്നതും ചികിത്സ നടത്തുന്ന റുഫൈദയും വേറെ ചില സഹാബ വനിതകളുമായിരുന്നു. ഇതൊക്കെ ചികിത്സയാണ്. ആ ചികിത്സ നടത്താം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ തന്നെ പറയുന്നതാണ്, ഇമാം അഹ്മദ് രേഖപ്പെടുത്തുന്നത്, ഏറ്റവും അവസാനം മരിക്കുന്ന ആ രോഗത്തിൽ 2 ആഴ്ച രോഗിയായി കിടന്നു. ആയിഷ തന്നെ വീട്ടിലിരുന്ന് കിടന്നിരുന്നു. ആയിഷ തന്നെ പറയാം, റസൂലുള്ളാഹി രോഗിയായപ്പോൾ നാട്ടിൻ്റെ നാനാഭാഗത്തു നിന്നും സംഘങ്ങൾ വന്നു, ദൗത്യ സംഘങ്ങൾ വന്നു നബിയെ ചികിത്സിക്കാൻ. നമുക്ക് വഹ്യ് കിട്ടുന്ന, അള്ളാഹുവിൻ്റെ അടുക്കൽ വഹ്യ് കിട്ടുന്ന നബിയെ ചികിത്സിക്കുന്ന ആരാണ് രോഗത്തിന്? ആ നാട്ടുവൈദ്യന്മാർ, അല്ല നബിയല്ല. വഹ്യിൻ്റെ അടിസ്ഥാനത്തിലല്ല ചികിത്സ. നാട്ടുവൈദ്യന്മാർ വന്നിരുന്നു. ആയിഷ തന്നെ പറയാണ്, ഇപ്പം തന്നെ ചെന്നിട്ട് അവരിങ്ങനെ മരുന്ന് കുറിച്ച് തരും. അറബികളും വന്നിരുന്നു, അനറബികളും വന്നിരുന്നു. ചില മുസ്ലിങ്ങളല്ലാത്തവരും ഉണ്ടാകാം. ആ വന്ന ആളുകൾ കുറിച്ച് തരുന്ന മരുന്നുകളനുസരിച്ച് ഞാനായിരുന്നു ആ മരുന്ന് കുറിപ്പടി അനുസരിച്ച് നബിക്ക് മരുന്ന് തയ്യാറാക്കി കൊടുത്തിരുന്നതെന്നാണ്. എന്താ ഇതിനർത്ഥം? ചികിത്സ ഒരു ഭൗതികമായ ഏർപ്പാടാണ്. അത് കാലത്തിനനുസരിച്ച് മാറും, സ്ഥലത്തിനനുസരിച്ച് മാറും, വ്യക്തികൾക്കനുസരിച്ച് മാറും. അതൊക്കെ സ്വാതന്ത്ര്യമുള്ളൂ. ഹറാം ആവരുത് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ മാറ്റി നിർത്തണമെന്ന് നിർദ്ദേശമല്ല. ഇതൊക്കെ സൗകര്യം അനുസരിച്ച് ഇനിയും വികസിച്ച് വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ചികിത്സാ രീതികൾ മാറും. പക്ഷെ ഇവിടെ നടക്കുന്ന അതല്ല. ആത്മീയ ചികിത്സ എന്ന പേരിൽ ഹോമവും മന്ത്രവും ജപവും ഒക്കെ ആയിട്ട് പല ജാതി ചികിത്സകൾ. ഏലസ് കെട്ടുന്നവർ, ഉറുക്ക് കെട്ടുന്നവർ, പിന്നെ കണ്ണീറിന് വേറെ കെട്ടുന്നവർ, ജിന്നു കൂടുകയും അത് അടിച്ചിറക്കുകയും ചെയ്യുന്ന ആളുകൾ. നിങ്ങൾ നോക്കുക, ആളുകളുടെ വിശ്വാസമാണ് ഇതൊക്കെ. ഏതെങ്കിലും രോഗം വരുന്നതൊക്കെ ജിന്നി പിശാചുകളുടെ മേലിലേക്ക് ചാർത്തിയിട്ട് അതിന് ഉറുക്കും മന്ത്രവും വേറെ കിട്ടുന്നവർ. റസൂല് പറഞ്ഞു, ഇന്ന റുഖാ വത്തമായിമ വത്തിവലത ശിർകുൻ. നമുക്ക് നേർക്കുനേർ റസൂല്, ഇന്ന റുഖാ വത്തമായിമ വത്തിവലത ശിർകുൻ. ഉറുക്ക് കെട്ടുന്നതും ഏലസ് കെട്ടുന്നതും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹവും പ്രേമവും ഒക്കെ വർദ്ധിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന തകിടുകളുമൊക്കെ ഷിർക്കുൻ, ഷിർക്കാണ്. പച്ചയിൽ ഷിർക്കുൻ എന്നാണ് പറഞ്ഞത് റസൂലിനെ പറ്റി. എന്താ ഉറുക്ക് കെട്ടുന്നത്? മന്ത്രിച്ചൂതി ഏലസ് ഉണ്ടാക്കി, മന്ത്രിച്ചൂതി കെട്ടും, ഏലസ് ഉണ്ടാക്കി കെട്ടും. തകിട് വെക്കുന്നതിനെ പറ്റി റസൂൽ തിവരത്തെന്ന് പറഞ്ഞത്. ഇതൊക്കെ ഷിർക്കാണ്. എന്താ ഷിർക്കാൻ കാരണം? അതൊക്കെ അള്ളാഹു അല്ലാത്തവരിലേക്ക് സഹായം തേടുന്ന കാര്യങ്ങളാണ്. അത് മുഴുവനും അള്ളാഹുവിനോടല്ല അതിലെ സഹായ തേട്ടം മുഴുവനും ഉള്ളത്. അതൊക്കെ മറ്റു കേന്ദ്രങ്ങളിലേക്ക് അഭയം തേടി പോവുകയാണ്. ജിന്ന് കയറി എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അടിച്ചിറക്കാൻ വേണ്ടി പൊതിരെ തല്ലുന്ന ആളുകൾ, അതിനുവേണ്ടി ഉറുക്കുമന്ത്രവും വേറെ നടത്തുന്ന ആളുകൾ. നമുക്ക് അള്ളാഹു റസൂൽ നടത്തിയതല്ല ഇതൊന്നും. ഇങ്ങനെയൊന്നും ഈ രീതിയിലൊന്നുമില്ല. റസൂൽ ഈ വിഷയത്തിൽ പറഞ്ഞൊരു കാര്യം, ഏത് രോഗമാണെങ്കിലും ശാരീരികമാണെങ്കിലും അല്ലെങ്കിലും 3 സൂറത്തുകൾ പാരായണം ചെയ്ത് കയ്യിലൂതി തടവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് രോഗമില്ലെങ്കിലും ചെയ്യേണ്ടതാണ്. ഇപ്പം നമ്മളൊക്കെ രാത്രി കിടക്കുമ്പോൾ ചെയ്യുന്നതാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് പറയുന്ന സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് പറയുന്ന സൂറത്ത്, ഈ 3 സൂറത്തും ഓതുകയും കയ്യിലൂതി തടവുകയും ചെയ്തിരുന്നു. റസൂൽ കിടക്കുമ്പോൾ രാത്രി ശരീരഭാഗങ്ങളിലൊക്കെ തടവിയിരുന്നു.
അള്ളാഹുവിൻ്റെ റസൂൽ രോഗിയായപ്പോൾ നേരത്തെ പറഞ്ഞ ആ 15 ദിവസം 2 ആഴ്ച അവസാന ഘട്ടത്തിൽ രോഗിയായി കിടന്നപ്പോൾ ആയിഷ തന്നെ പറയുന്നത്, ഞാൻ ഓതി, റസൂൽ അത്രയും ക്ഷീണിതനാണ്, റസൂലിൻ്റെ കയ്യിലൂതി, റസൂലിൻ്റെ കൈ കൊണ്ട് തന്നെ, റസൂലിൻ്റെ കൈയാണല്ലോ, ആ കൈ കൊണ്ട് ഞാനിങ്ങനെ തടവി കൊടുക്കുകയാണ് ചെയ്തത്. ഒരാൾക്ക് രോഗമായാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണത്. ആ സൂറത്തുകളുടെ പ്രത്യേകത എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും കാവൽ ചോദിക്കാനുള്ളതാണ്. എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും കാവൽ ചോദിക്കാനുള്ള, രക്ഷ ചോദിക്കാനുള്ളതാണ്. ഏത് ഉപദ്രവമായിരുന്നാലും അതിന് രക്ഷ ചോദിക്കുന്ന സൂറത്തുകളാണ്. അപ്പോൾ ഈ രോഗവും അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഉപദ്രവങ്ങളുടെ രക്ഷ ചോദിക്കുന്ന ചികിത്സാമുറയുടെ ഭാഗമാണത്. അപ്പം അങ്ങനെ അല്ലാതെ വേറൊരു ചികിത്സയും അള്ളാഹുവിൻ്റെ റസൂൽ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നില്ല, സഹാബികളാരും നമുക്ക് കാണിച്ചു തരുന്നില്ല. രോഗത്തിന് ചികിത്സയുണ്ട്, അത് നിങ്ങൾ ചികിത്സിക്കുക എന്ന് പറയുകയല്ലാതെ വേറൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഈ തട്ടിപ്പുകളെ തിരിച്ചറിയണം നമ്മൾ. ഇതൊക്കെ തട്ടിപ്പുകൾ. ആത്മീയ ചികിത്സ നിങ്ങൾ നോക്കൂ, ഓൺലൈനായിട്ട് നടത്തുന്ന ചികിത്സയിൽ ഈ നടത്തുന്ന ഉസ്താദ് അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ ഊതുമ്പോൾ ഇവിടെ ഗ്ലാസ്സിൽ വെള്ളം പിടിച്ചു കൊടുക്കുന്ന ആളെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അയാൾ അവിടെ നിന്ന് മന്ത്രിച്ചൂതുകയാണ്. ഓൺലൈനായിട്ട് ഇവിടെ ആ ഗ്ലാസ് കാണിച്ചു കൊടുക്കുക ഊതുന്നതിന്, ഇങ്ങോട്ട് ആ വെള്ളം കുടിക്കുക, വെള്ളം ഉസ്താദ് ഊതിയതാണെന്ന് പറഞ്ഞിട്ട്. എവിടെ എത്തണം മണ്ടത്തരം? എവിടെ എത്തണം? ഇങ്ങനെ തട്ടിപ്പ് നടക്കുക, അറബി മാന്ത്രികം എന്ന് പേരിട്ടിട്ട് എല്ലാ ചികിത്സയും അവിടെ വെച്ച് നടത്തുക. ഇങ്ങനെയൊക്കെയുള്ള തട്ടിപ്പുകൾ ഇനിയും തിരിച്ചറിയാൻ നമ്മൾക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മളുടെ ദീനും നഷ്ടപ്പെടും, ദുനിയാവും നഷ്ടപ്പെടും. വളരെ ബോധവാന്മാരാവുക നമ്മൾ ഈ കാര്യത്തിൽ. ഈ ഓൺലൈനായിട്ടും അല്ലാതെയുമൊക്കെ ഈ തരത്തിൽ പല തരത്തിലുള്ള ഈ ആത്മീയ ചികിത്സാ കേന്ദ്രങ്ങൾ, ആളുകളെ കൊല്ലുന്ന കേന്ദ്രങ്ങൾ ഒക്കെ നടക്കുകയാണ്. നല്ല ജാഗ്രതയും ശ്രദ്ധയും പുലർത്തണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞൊരു വാക്യം നോക്കൂ നിങ്ങൾ. മൻ അതാ അറാഫൻ ഔ കാഹിനൻ വഫി റിവായത്തിൻ ഔ മുനജ്ജിമൻ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ റസൂൽ പറയുന്നത്? നിങ്ങൾ ആരെങ്കിലും ജ്യോത്സ്യന്മാരെ സമീപിച്ചു, കണക്ക് നോക്കുന്നവരെ കണികന്മാരെ സമീപിച്ചു, അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ രാശി നിർണയിച്ച് അത് കാര്യങ്ങൾ നിർണയിക്കുന്ന ആളുകളെ സമീപിച്ചാൽ അള്ളാഹു ഇറക്കിയ ഖുർആനിൽ അല്ലെങ്കിൽ ആ ആദർശത്തിൽ അവിശ്വസിച്ചവനാണ് ആ മനുഷ്യൻ. നോക്കി, ഏറ്റവും പരിഷ്കൃതമായ കാലഘട്ടമാണ് നമ്മൾ പറയാറുള്ളത്. വളരെ ബുദ്ധി വികസിച്ച ഒക്കെ അങ്ങേയറ്റം ഉയർന്നു നിൽക്കുന്ന ഒരു സമൂഹമായിട്ടാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഭൗതിക മേഖലയിൽ നമ്മൾക്ക് ഈ വികാസമൊക്കെ ഉണ്ട്, നമ്മൾക്കറിയാം ഇതൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു കാലത്ത് 1400 വർഷം മുമ്പ് ആ അറബ് ജനതയുടെ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരത്തിലേക്ക് നമുക്ക് ആലോചിച്ച് നോക്കാം. പക്ഷെ അന്നും റസൂൽ പറയുന്നത് എന്താ അറിയോ? ആരെങ്കിലും ചികിത്സയാർത്ഥമോ നാളത്തെ കാര്യങ്ങൾ അറിയാനോ മറ്റു കാര്യങ്ങൾക്കോ വിവരങ്ങൾ തേടിക്കൊണ്ട് ഒരു ജ്യോത്സ്യനെ സമീപിച്ചാൽ, കാഹിൻ എന്ന് പറഞ്ഞാൽ ഭാവി കാര്യങ്ങൾ പ്രവചിക്കുന്ന ആളെന്നാണ്, അവർക്കെല്ലാം പറയാൻ കഴിയുമെന്നാണ്. അങ്ങനെ ഒരാളെ സമീപിച്ചു. അറാഫ്, നഷ്ടപ്പെട്ട സാധനങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആള്. മുനജിം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെയും ഗോളങ്ങളുടെയും ഒക്കെ ചലനവും രാശിയും ഒക്കെ നിർണയിച്ച് കള്ളിയും കളവും വരച്ച് ഇവിടെ കബഡി നിരത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളും രോഗവും ചികിത്സയൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ. ഇത്തരം ആളുകൾ ആരെങ്കിലും സമീപിച്ചാൽ അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ അള്ളാഹുവിൽ ഇറക്കിയ ഖുർആനിൽ അവിശ്വസിച്ചു എന്നാണ്. അത്ര കൃത്യമായിട്ട് അന്ന് പറഞ്ഞു.
നോക്കൂ, അതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ആ കാലഘട്ടത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണത്. പക്ഷെ ഇന്നും ജനങ്ങൾ ഈ പരിഷ്കൃത സമൂഹത്തിലും ഈ തരം വിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്നവരാണ്. ചാനലുകൾ വഴി ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നു, മറ്റു മേഖലകളിലൊക്കെ നടക്കുന്നു. നമ്മുടെ ഈ നാട്ടിലൊക്കെ കാണാം, തെരുവിലൊക്കെ ബോർഡ്, ജ്യോത്സ്യൻ കണികൻ എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെക്കുന്നു, കണക്ക് വെക്കുന്നു എന്നൊക്കെ ബോർഡ് വെക്കുന്നു, ആളുകൾ അവരെ സമീപിക്കുന്നു. ഈ അന്ധവിശ്വാസം, മൂഢവിശ്വാസം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അതൊന്നും മാറ്റാൻ ജനങ്ങൾ തയ്യാറാകുന്നില്ല. ഇവിടെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഈമാൻ, ദീൻ ഉണ്ടായാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഈ വിശ്വാസമൊക്കെ മാറും. കാരണം അള്ളാഹുവിലെ ദൃഢമായ വിശ്വാസത്തിന് വിരുദ്ധമായിട്ട് ഒരു ചികിത്സയും ഇല്ല. അള്ളാഹു ചികിത്സിക്കുന്നതല്ലാത്ത വേറൊരു ചികിത്സയില്ല. നമ്മൾ നടത്തേണ്ടതൊക്കെ നടത്തണം, ബാക്കി അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് വിടണം. ആ അള്ളാഹുവാണ് നമ്മുടെ രോഗം ഭേദമാക്കുന്നത്. നമ്മൾക്ക് സ്വന്തമായിട്ട് അതിലൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾക്ക് ഭൗതികമായിട്ട് അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യാനല്ലാതെ അന്തിമമായിട്ട് രോഗം ഭേദമാക്കുന്നതും ഒക്കെ അള്ളാഹുവാണ്. വിശുദ്ധ ഖുർആന്റെ ഭാഗം നോക്കുന്നത്, വയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുരിതം ബാധിച്ചു, എന്താവട്ടെ, രോഗമാവട്ടെ അല്ലാത്തതാവട്ടെ, ഏത് തരത്തിലുള്ളതാകട്ടെ, ഒരു ഉപദ്രവം നിങ്ങൾക്ക് ബാധിച്ചാൽ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ, ആ അള്ളാഹു അല്ലാതെ മറ്റാരും അത് ഭേദമാക്കില്ല. ഇത് നമ്മളുടെ ഉറച്ച വിശ്വാസമാണ്. അതിനാണ് നമ്മൾ തവക്കുൽ എന്ന് പറയുന്നത്. ആ തവക്കുലിന് വിരുദ്ധമായിട്ടൊന്നും നമ്മൾക്ക് ചെയ്തുകൂടാ. ആ തവക്കുൽ നമ്മൾക്ക് ഉണ്ടാവണം എപ്പോഴും. അള്ളാഹുവാണ് ഇതിൻ്റെ ആള്, എല്ലാം തീരുമാനിക്കുന്നതും ഒക്കെ അള്ളാഹുവിൻ്റെതാണ് എന്ന ബോധം. ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ, അവനല്ലാതെ ആ ദുരിതത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തില്ല. വയംസസ്ക ബിഖൈറിൻ ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇനി അങ്ങനെ വല്ല നന്മയും നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ അത് അള്ളാഹു തീരുമാനിച്ചാലല്ലാതെ ഉണ്ടാവില്ല. അള്ളാഹുവാണ് എല്ലാ കാര്യത്തിനും കഴിവുള്ളവൻ. ഈ ഒരു ബോധ്യം നമ്മൾ നിലനിർത്തണം. ഈ ആത്മീയതയുടെ പേരിൽ നടക്കുന്ന ഈ തട്ടിപ്പുകളും ചികിത്സകളും സിദ്ധന്മാരും അങ്ങനെ സിദ്ധവൈദ്യവും ഒക്കെ പറഞ്ഞ് ബോർഡുകൾ വെച്ചും പരസ്യങ്ങൾ വെച്ചും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുമൊക്കെ നടത്തുന്ന ഈ തട്ടിപ്പുകൾ നമ്മുടെ സാധു ആളുകൾ ഇതിലൊക്കെ പെട്ടുപോവുകയാണ്. ഏതെങ്കിലും അപകടത്തിൽ ചെന്ന് പെട്ടതിന് ശേഷം അത് പരസ്യമാകുമ്പോൾ എല്ലാ ഇസ്ലാം വിമർശകരും അത് ഏറ്റെടുത്ത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വിമർശിക്കുന്നു. അതിൻ്റെ എല്ലാ കേടും വന്നു പതിക്കുന്നത് നമ്മൾക്കാണ്. നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം നമ്മൾ ആളുകളുടെ മുമ്പിൽ വഷളാക്കുന്നു. എല്ലാ സമൂഹത്തിലും ഉണ്ട്, പക്ഷേ നമ്മളുടെ മേലിലാണ് എല്ലാ കേസുകളും വന്നു ചേരുന്നത്. നല്ലപോലെ ശ്രദ്ധിക്കാതിരുന്നാൽ, ദീനായിട്ട് മനസ്സിലാക്കാതിരുന്നാൽ നമ്മൾക്ക് ഇതിൻ്റെ പേരിലൊക്കെ ഉണ്ടാവും പല ചികിത്സകളും. നോക്ക് നിങ്ങൾ, ഈ കരിഞ്ജീരകം ഹബത്ത് സൗദ എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ ചികിത്സാ വസ്തുവാക്കി കൊണ്ടുനടക്കുകയാണ്. റസൂൽ അത് ചികിത്സിച്ചിട്ടുണ്ട്, അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്കത് ഉപയോഗിക്കാം. അതൊരു ആത്മീയ ചികിത്സയല്ല, ഒരു മത ചികിത്സയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ചികിത്സയാണ് ഹിജാമ. ഇപ്പം അതിന് പറയുന്ന പേര് കപ്പിംഗ് തെറാപ്പി. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അത് പരിഷ്കരിച്ച രൂപങ്ങളാണ് ഇന്നത്തെ. നമുക്ക് ചികിത്സിക്കാം, വേണ്ടെന്ന് വെക്കാം. അതൊരു ആത്മീയ ചികിത്സയല്ല, പുണ്യ ചികിത്സയല്ല. ഹിജാമ ഒരു പുണ്യ ചികിത്സയല്ല. അത് ചികിത്സിച്ചാൽ കൂലി കിട്ടില്ല. രോഗം ഭേദമാകാം, ഭേദമാകാതിരിക്കാം. റസൂലിൻ്റെ കാലത്ത് റസൂൽ നടത്തിയിരുന്നു. പണ്ഡിതന്മാർ ഷെയ്ഖ് അൽബാനിയൊക്കെ അതിനെപ്പറ്റി പറയുന്നത് പൗരാണികമായൊരു ചികിത്സാ രീതിയാണ്. ആ ചികിത്സാ രീതിയിൽ രക്തം വലിച്ചെടുത്ത് ശരീരത്തിൻ്റെ ഭാഗത്ത് ചികിത്സിക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഉഷ്ണമേഖലയിലുള്ള ആളുകൾക്ക് അത് ഉപയോഗപ്രദമാണ്. മറ്റുള്ളവർക്ക് വേണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത് എന്നൊക്കെ പണ്ഡിതന്മാർ എഴുതിച്ച വിഷയം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അത് പ്രചാരത്തിൽ നടക്കുന്നത് ഏതോ ഇസ്ലാമികമായ ഒരു ചികിത്സയാണത്. അങ്ങനെ ഒരു ചികിത്സയും അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല, പ്രിഫർ ചെയ്തിട്ടില്ല. ഇന്നേ ചികിത്സിച്ചോളൂ എന്ന് പറഞ്ഞിട്ടില്ല. ചികിത്സിക്കണം എന്ന് പറയുക, ഹറാം കൊണ്ട് ചികിത്സിക്കരുത് എന്ന് പറയുകയല്ലാതെ, ഇന്നതൊക്കെ കരിഞ്ജീരകവും തേനൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ മൊത്തത്തിൽ പറയുകയല്ലാതെ, അതൊക്കെ മതപരമായ വിധിവിലക്കുകളല്ല. മതമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അൻതുമാലുബി ഉമൂരി ദുനിയാക്കും. പണ്ട് അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞൊരു വാക്യമാണ്, ദുനിയാവിൻ്റെ കാര്യം നബിയേക്കാൾ നിങ്ങൾക്കാണ് കൂടുതൽ അറിയുന്നത്, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അത് ഉപയോഗിക്കാമെന്നാണ്. ഈ വകതിരിവില്ലാത്ത രീതിയിലേക്ക് പോയാൽ നമുക്ക് അപകടം ചെയ്യും. നല്ല പോലെ ഈ ചികിത്സ തട്ടിപ്പിൻ്റെ ഈ കള്ളത്തരങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ഗൗരവമായി മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്നും മൂഢവിശ്വാസങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾക്കും നമ്മുടെ സമൂഹത്തിനുമൊക്കെ
മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب.